നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഉഷ ഷാനവാസ്. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ അംഗനവാടിയിൽ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എങ്ങനെ നിങ്ങൾ ചെയ്യും, എങ്ങനെയാണ് അത് ചെയ്യിക്കേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ അസസ്മെൻറ്റ് കാർഡിൽ നമ്മളത് രേഖപ്പെടുത്താനായിട്ട്. ആ അസസ്മെൻറ്റ് കാർഡല്ലേ നിങ്ങൾ ACC ഡേയിൽ അമ്മമാരെ കാണിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു മുന്നൊരുക്കം വേണ്ടേ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അഥവാ എന്താണ് വലിയ പേശി വികാസം? നോക്കാം എങ്ങനെയാണ് വലിയ പേശി വികാസത്തിന് നമ്മൾ അംഗനവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ 10 ഇഞ്ച് ദൂരത്തിൽ ചാടുക, 10 ഇഞ്ച് ദൂരത്തിൽ ചാടുക. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും വസ്തുവിനെ ഒന്ന് മറികടക്കാൻ പ്രേരിപ്പിക്കുക. ഉദാഹരണം, അമ്മ കാല് നീട്ടിയിരുന്നിട്ട് കുഞ്ഞിനെ കാലിന് മുകളിലോട്ട് മറികടക്കാൻ പ്രേരിപ്പിക്കത്തില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ ടീച്ചർ തറയിൽ ഇരുന്നിട്ട് ടീച്ചറിൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ ഒരു വടി നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറം നടക്കുക, അങ്ങനെ മറികടക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ തറയിൽ വൃത്തം വരച്ചോ കളം വരച്ചോ ഈ പ്രവൃത്തി നമുക്ക് ചെയ്യിപ്പിക്കാം. കളത്തിനകത്തോട്ട് കളം വരച്ചിട്ട് കളത്തിനപ്പുറം ചാടാൻ പറയാം, കളത്തിലോട്ട് ചാടാൻ പറയാം അല്ലേ? ഓക്കെ, അതാണ് 10 ഇഞ്ച് ദൂരത്തിൽ ചാടുക എന്ന് പറയുന്നത്. പിന്നെ 15 ഇഞ്ച് ഉയരത്തിൽ നിന്ന് ചാടുക. അതെങ്ങനെയാണ്? 15 ഇഞ്ച് പൊക്കമുള്ള സ്ഥലത്ത് കുട്ടികളെ നിരത്തി നിർത്തുക. താഴെ ഒരാൾ കളിപ്പാട്ടമോ മിഠായിയോ ഇട്ട് കൊടുക്കുക. ആദ്യം ചാടി അതെടുക്കുന്നയാൾക്ക് കളിപ്പാട്ടം സമ്മാനമായി കൊടുക്കുമെന്ന് പറയുക. കുഞ്ഞുങ്ങളെ നിരയായിട്ട് ഒരു ഇഷ്ടിക വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഇച്ചിരി കളറുമുള്ള ഒരു പലകയോ എന്തെങ്കിലും ഇട്ടിട്ട് ആ പലകയുടെ പുറത്ത് നിർത്തിയിട്ടിട്ട് കുറച്ച് മിഠായി ഇട്ടിട്ട് ആദ്യം ചാടി എടുക്കുന്നവർക്ക് ആ മിഠായി എടുക്കാൻ കൊടുക്കുക. കളിപ്പാട്ടം എടുക്കുന്നവർക്ക് ആദ്യം അങ്ങനെ പറയുക. അപ്പം അങ്ങനെ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ മുറ്റത്തൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന് പുറകിലായി കുട്ടികളെ നിരത്തി നിർത്തുക. സ്റ്റൂളിൻ്റെ പുറകിലായിട്ട് കുട്ടികളെ നിരത്തി നിർത്തുക. മണിയടിക്കുമ്പോൾ കുട്ടികൾ സ്റ്റൂളിൻ്റെ പുറത്ത് കയറി ചാടാൻ പറയുക. ടീച്ചർ മണി അടിച്ചു കൊടുക്കുക. എന്നിട്ട് കൊച്ചു സ്റ്റൂളായിരിക്കണം, തടി സ്റ്റൂളും ആയിരിക്കണം, മറ്റേ സ്റ്റൂൾ മറിഞ്ഞു പോകും. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അംഗനവാടിയിലെ സ്റ്റൂളുകൾ ചെറുതല്ലേ, അപ്പോൾ അതിൽ കയറ്റി നിർത്തിട്ട് ചെറിയ ബെഞ്ചും ഉണ്ടാവും, അതിൽ കയറ്റി പുറകിൽ നിന്നിട്ട് മണിയടിക്കുമ്പോൾ ബെഞ്ചിൽ കയറി നിന്നിട്ട് ചാടാൻ പറയുക. അതുപോലെ തന്നെ 15 ഇഞ്ച് ആഴത്തിൽ ഒരു കൊച്ചു കുഴി ഉണ്ടാക്കുക. എന്നിട്ട് മൃദുവായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം അതിനുള്ളിലിടുക. കുട്ടികളെ ഓരോരുത്തരെ അതിനുള്ളിലേക്ക് ചാടാൻ പറയുക. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാൾ അവരുടെ കയ്യിൽ പിടിച്ച് കയറ്റുക. 15 കൊച്ചു കുഴി കേട്ടോ. അതുമാണ്. പിന്നെ വാക്ക് അതെങ്ങനെയാണ്? വരയിൽ അടി വെച്ച് നടക്കുക. ഒരു വര വരയ്ക്കുക, അടി വെച്ച് ടീച്ചർ നടന്ന് കാണിക്കുക. ഇതൊക്കെ ടീച്ചർ വേണം ആദ്യം ചെയ്ത് കാണിക്കാൻ കേട്ടോ. എന്നിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ആ വരയിൽ കൂടെ അടി വെച്ച് നടക്കുക. കുഞ്ഞിൻ്റെ കാലിൻ്റെ വീതിക്കനുസരിച്ച് 2 വര നീളത്തിൽ വരയ്ക്കുക. എന്നിട്ട് ആ വരയിൽ കൂടെ കുഞ്ഞിനെ അടി വെച്ച് നടത്തിക്കുക. പിന്നെ കുറച്ച് കുട്ടികളെ തീവണ്ടി പോലെ ക്രമീകരിച്ച് നിർത്തുക. എന്നിട്ട് ഓരോ കുട്ടിയോടും തൊട്ട് മുൻപിലുള്ള കുട്ടിയുടെ തോളിൽ പിടിക്കാൻ നിർദ്ദേശിച്ചിട്ട് അതിനുശേഷം അടി വെച്ചിട്ട് നടക്കാൻ പറയുക. ഈ സമയത്ത് തീവണ്ടിയുടെ ശബ്ദം വയ്ക്കുക. കൂകു കൂകു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂകു കൂകു വെച്ചിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ തീവണ്ടി പോലെ വട്ടത്തിലിങ്ങനെ ഓടാൻ പറയാം. അത് നല്ലതാണ് അടി വെച്ചിട്ട് നടക്കാൻ. പിന്നെ സ്റ്റാൻഡ്സ് ഓൺ 1 foot 10 seconds. അതെന്താണ്? ഒറ്റ കാലിൽ 10 സെക്കൻഡ് നിൽക്കാൻ പറയുക. കൊന്നിക്കളിക്കാൻ നമ്മളൊക്കെ പണ്ട് എന്താ പറയുന്നതിന് അക്ക് കളിക്കാന്ന് പറയില്ലേ, അതാണ് കൊന്നിക്കളിക്കുക എന്ന് പറയുന്നത്. അത് കളിപ്പിക്കുക. അതുപോലെ തന്നെ വാമനൻ്റെയും മഹാബലിയുടെയും കഥാപാത്രത്തെ പറഞ്ഞു കൊടുത്തിട്ട് മഹാബലി ചവിട്ടി താഴ്ത്തുന്നത് കാണിക്കാൻ പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ ഒറ്റക്കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുക. ആദ്യം സഹായത്തോടു കൂടിയും പിന്നെ സഹായമില്ലാതെയും പിന്നെ കൊറ്റി നിൽക്കുന്നത് പോലെ നിൽക്കാൻ കുഞ്ഞിനെ കൊറ്റി ഇങ്ങനെ നിൽക്കുന്ന ഒറ്റക്കാലല്ലേ, അങ്ങനെ നിൽക്കാൻ കുഞ്ഞിനെ പരിശീലിപ്പിക്കുക. പിന്നെ ജംപ്സ് ഓഫ് സൈഡ് വേസ് ആൻഡ് ബാക്ക്വേർഡ്സ്. അതെങ്ങനെയാണ്? വശങ്ങളിലേക്കും പുറകിലേക്കും ചാടുക. കുട്ടികളെ കൂട്ടമായിട്ട് നിർത്തിക്കുക. എന്നിട്ട് കുളങ്കര കളിപ്പിക്കുക. അതുപോലെ തന്നെ ആക്ഷൻ സോങ്, ഇതനുസരിച്ചുള്ള പാട്ടുകൾ പാടി കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം. പാട്ടുകൾ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കളികൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഞാൻ ഇട്ട് തരാൻ പറഞ്ഞാലേ അടുത്ത ഒരു വീഡിയോയിൽ അതനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്യുക. പിന്നെ കുട്ടികളെ വൃത്തത്തിൽ നിർത്തുക. ഒരാളുടെ കയ്യിലൊരു വളയം കൊടുത്തിട്ട് അത് അടുത്തയാളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറയണം. എന്നിട്ട് അത് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ പുറകിലോട്ട് ചാടുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ സൈഡിലേക്ക് ചാടും. നല്ല കളിയല്ലേ? ആ കളി കളിപ്പിക്കുക.
പിന്നെ ബോക്സ് ഓൺ 20 സെൻറ്റിമീറ്റർ എലിവേറ്റഡ് ബീം, 20 സെൻറ്റിമീറ്റർ ഉയർന്നു നിൽക്കുന്ന വീതി കുറഞ്ഞ ഒരു പ്രതലത്തിൽ കൂടി നടക്കാൻ. ബാലൻസ് ബീം ഉണ്ടാക്കി അതിൽ കൂടി നടക്കാൻ പ്രേരിപ്പിക്കുക. അംഗൻവാടിക്കകത്ത് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വീതി കുറഞ്ഞ ബെഞ്ചിന് മുകളിൽ കൂടി നടത്തിക്കുക. തന്നെ നമ്മുടെ അംഗൻവാടിയിലെ കൊച്ചു ബെഞ്ചില്ലേ അതിന് മുകളിൽ കൂടി നടത്തിക്കുക. വീതിയും പൊക്കവും കുറഞ്ഞ അരമതിലിന് മുകളിൽ കൂടി കുഞ്ഞിനെ നടത്തിക്കുക. അതുപോലെ മുറിച്ചിട്ടിരിക്കുന്ന തെങ്ങിൻ തലയിൽ കൂടി നടത്തിക്കുക. ഇതൊക്കെ ടീച്ചറിൻ്റെ ശ്രദ്ധയോടെ ഒരു കണ്ണ് കാതെ കൈ എപ്പോഴും കുഞ്ഞിലായിരിക്കണം ടീച്ചറിൻ്റെ ശ്രദ്ധ. ഇതൊക്കെ ആ രീതിയിൽ ചെയ്യിക്കുക. ഇഷ്ടിക നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി നടക്കാൻ പറയുക. കളരമല്ലേ ഉള്ളൂ. വയൽ വരമ്പത്തിലൂടെ വീഴാതെ നടത്തിക്കുക. അത് കയ്യിൽ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ നടത്തിക്കാം. അടുത്തത് ജംപ്സ് ഓവർ 20 സെൻറ്റിമീറ്റർ റോപ്പ്, 20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന കയറിന് മുകളിൽ കൂടി ചാടുക. ഓലയുടെ 2 ഈർക്കിൽ കൂട്ടിക്കെട്ടിയിട്ട് 2 കൈയിലും പിടിച്ചുകൊണ്ട് അതിന് മുകളിലൂടെ ചാടാൻ പറയാം. അതുപോലെ തന്നെ 20 സെൻറ്റിമീറ്റർ ഉയരത്തിലൊരു കയർ അയച്ചു കെട്ടുക. അതിന് മുകളിലൂടെ കുട്ടിയെ ചാടാൻ പ്രേരിപ്പിക്കുക. നീളമുള്ള ഒരു കയറിൽ കുട്ടി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സാധനം കൈക്കെട്ടിയിടുക. മുതിർന്ന കയറിൻ്റെ 2 വശത്തായി പിടിച്ചുകൊണ്ടും നീളമുള്ള ഒരു കയറിൽ കെട്ടി കുട്ടി ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം ആ കയറിൽ കെട്ടിയെടുക്കുക. എന്നിട്ട് കയറിൻ്റെ 2 വശത്തായിട്ട് പിടിച്ചുകൊണ്ട് ആ വസ്തുവിൽ തൊടാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക. ആദ്യം കുറച്ച് താഴ്ത്തിയും പിന്നെ ഉയർത്തിയും ഈ കളി ആവർത്തിക്കുക. നമ്മൾ റൊട്ടികളി എന്ന് പറഞ്ഞിട്ടൊരു കളി നടത്തുകയല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. കയറിങ്ങനെ നീളത്തിൽ കെട്ടിയിട്ടിട്ട് അതിലൊരു കൊച്ചു നീളമുള്ള കയറിൽ കൊച്ചു നീളം, ചേറെ നീളം, പിന്നെ ഇച്ചിരി നീളം, അങ്ങനെ റൊട്ടി കെട്ടിയിട്ടിട്ട് ചാടിക്കടിക്കാൻ പറയത്തില്ലേ, റൊട്ടി കളിക്കടി, അത് കാണിച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാം കേട്ടോ. പിന്നെ പെഡൽ ട്രൈസൈക്കിൾ കൊണ്ടുപോകാം. അതെങ്ങനെയാണ്? 3 വീലുള്ള സൈക്കിൾ ചവിട്ടുക. അത് പല ഭാഗങ്ങളിൽ അംഗൻവാടിക്ക് തന്നെയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഇതുണ്ട്, ട്രൈസൈക്കിളുണ്ട്. അതിൽ കയറ്റി കുഞ്ഞുങ്ങളെ പല പല മൂലയ്ക്കോട്ട്, പല സൈഡിലോട്ട് ടീച്ചർ പറയുന്ന മൂലയ്ക്കോട്ട് ഓടിച്ചുകൊണ്ട് വരാൻ പ്രേരിപ്പിക്കുക. പിന്നെ ക്യാച്ച് ദ ബോൾ വിത്ത് ആംസ് ത്രോൺ അവേ ഫ്രം 1 മീറ്റർ, 1 മീറ്റർ അകലത്തിൽ നിന്ന് എറിയുന്ന പന്ത് പിടിക്കാനായിട്ട് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക. വൃത്തം വരച്ച് കുട്ടികളെ അതിനുള്ളിൽ നിർത്തുക. എന്നിട്ട് ഓലപ്പന്തോ ബലൂണോ റബ്ബർ ചുരുട്ടിയതോ എന്തെങ്കിലും പേപ്പർ ചുരുട്ടിയതോ എന്തെങ്കിലും കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കുക. ആദ്യം 10 മുതൽ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ കഴിയണം. അതിനുശേഷം കുട്ടിക്ക് അകലം കൂട്ടി 1 മീറ്റർ വരെ ആക്കാം. പിന്നെ ഹോപ്സ് ഓൺ 1 ഫുട്ട് 1 മീറ്റർ, 1 മീറ്റർ ഒറ്റക്കാലിൽ കൊന്നിച്ചാടുക. ആദ്യം കുറേശ്ശെ പരിശീലനം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കളം വരച്ചിട്ടിട്ട് നമ്മൾ ആദ്യം കളിച്ച് കളത്തിൽ ഒരു സാധനം ഇട്ടിട്ട് അതിൽ ചാടാൻ പറയുക. ഒറ്റക്കാലിൽ അടുത്ത കളത്തിൽ ചാടാൻ പറയുക. നമ്മൾ പണ്ട് കളിക്കുന്ന കളികളാണ്. അതുകൊണ്ട് അതൊക്കെ കുട്ടികൾക്ക് അന്യമാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ വലിയ പേശി വികാസത്തിനും തലച്ചോറിൻ്റെ വികാസത്തിനും ഒക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കളികളാണിത്. അടുത്തത് സ്കിപ്സ് 4 ടൈംസ്, 4 പ്രാവശ്യം സ്കിപ്പ് ചെയ്യുക. എങ്ങനെയാണ്? 4 വൃത്തങ്ങൾ അടുപ്പിച്ച് വരയ്ക്കുക. എന്നിട്ട് കൈകൾ മുന്നിലേക്ക് കറക്കിക്കൊണ്ട് ചാടാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക. ഈ എന്താ പറയുക, വട്ടം 4 വട്ടം അല്ലെങ്കിൽ 5 വട്ടം അല്ലെങ്കിൽ 6 വട്ടം എന്നിട്ട് ഇങ്ങനെ ചാടി വട്ടം. അപ്പം ആ വൃത്തം എന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന വൃത്തം, ചതുരം, ത്രികോണം ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങളെ. ചതുരം വരച്ചിട്ടും വൃത്തം വരച്ചിട്ടും 2 വൃത്തം വരയ്ക്കുക. അതിലോട്ട് 2 കാലും എടുത്ത് വെച്ചിട്ട് അടുത്തൊരു വലിയ ത്രികോണം വരയ്ക്കുക. അതിൽ നിന്ന് ഈ ത്രികോണത്തിലോട്ട് ചാടാൻ പറയുക. വീണ്ടും 2 വൃത്തം. അപ്പോൾ ത്രികോണത്തിൽ നിന്ന് 2 കാലും. അപ്പോൾ അത്രയ്ക്ക് കുഞ്ഞിന് ചാടാൻ പറ്റുന്ന അകലമേ ആകാവും. ആ 2 വൃത്തത്തിലോട്ട് ചാടാൻ പറയുക. അങ്ങനെയൊക്കെ ടീച്ചറിൻ്റെ മനോഭാവം അനുസരിച്ച് ടീച്ചറിന് ചെയ്യിപ്പിക്കാവുന്നതാണ്. സ്കിപ്പിങ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ വൃത്തത്തിലൊരു പതിഞ്ഞ കല്ല് വയ്ക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലാവണമെന്ന് തന്നെ ഇല്ല, വേറെ എന്തെങ്കിലും പതിഞ്ഞ ഒരു സാധനം വയ്ക്കുക. എന്നിട്ട് ചാടിക്കൊണ്ട് ആ കല്ലിൽ ചവിട്ടിയതിനു ശേഷം അടുത്ത വൃത്തത്തിലേക്ക് തട്ടിത്തെറിപ്പിക്കുക. നമ്മൾ അക്ക് കളിക്കുന്ന പോലെ തന്നെ ഓലയുടെ ഈർക്കിലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി കറക്കിക്കൊണ്ട് ഈ കളി ചെയ്യാം. അതിനുശേഷം കയ്യിൽ കയർ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്യാൻ പറയാം അല്ലേ. പിന്നെ അടുത്തത് 4 പ്രാവശ്യം പന്ത് തട്ടുക. വലിയ ബലൂണോ പന്തോ കൊടുത്ത് തട്ടിക്കളിക്കാൻ പ്രേരിപ്പിക്കുക. പിന്നെ ഒരു കൈ ഉപയോഗിച്ച് പന്ത് പിടിക്കുക. ആദ്യം 2 കൈ കൊണ്ട് ക്രമേണ ഒറ്റ കൈ കൊണ്ട് പന്ത് പിടിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക. വീട്ടിൽ ഉപയോഗിക്കുന്ന അപകടകരമല്ലാത്ത പൊട്ടാത്ത സാധനങ്ങൾ കുട്ടിക്ക് എറിഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ എന്ത് വികാസം നേടിയെടുക്കാൻ പറ്റും? കുഞ്ഞിൻ്റെ വലിയ പേശി വികാസം അഥവാ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ അംഗൻവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് സമയത്തിന് വ്യായാമമായിട്ടും എന്താ പറയുന്ന
ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് ഇതിൽ ഓരോന്നും ആക്ഷനോടുകൂടി ആക്ഷൻ സോങ്സ് ഞാൻ തരാം. അതനുസരിച്ചിട്ട് നിങ്ങൾ കളിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ അസസ്മെന്റ് കാർഡിൽ കുഞ്ഞിൻ്റെ പുരോഗതി ഒറ്റക്കാലത്ത് നിന്നോ എത്ര മിനിറ്റ് അത് അസസ്മെന്റ് കാർഡിലുണ്ടല്ലോ അത് രേഖപ്പെടുത്തുക. അത് നിങ്ങൾ ECC ഡേയിൽ അമ്മമാർക്ക് വിശദീകരിച്ച് കൊടുക്കുക. അപ്പോൾ അമ്മമാരെ കാണിച്ചു കൊടുക്കുക നിങ്ങൾ ചെയ്യുക. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് വേറൊരു ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിനായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ഞാൻ പോട്ടെ. കിട്ടും. ഓക്കെ, താങ്ക് യു.